തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വലിയൊരു ആറ്റം ബോംബ് തന്നെയാണ് മാത്യു കുഴനാടൻ MLA പൊട്ടിച്ചത്. 2018 പ്രളയം അത് മനുഷ്യനിർമ്മിതമായിരുന്നു. അത് പല ലോബികൾക്കും വേണ്ടിയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. കെ കൃഷ്ണൻകുട്ടി മന്ത്രി, അന്നത്തെ ജലസേചന വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തിനെതിരെയുള്ള ശബ്ദരേഖയുമൊക്കെ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. ഈ ഇത് ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണ് എന്നുള്ളത് നമുക്ക് കരുതാൻ പറ്റുമോ? ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ മാത്യു കുഴൽനാടൻ ഒരു പത്രസമ്മേളനത്തിലാണ് ഈ കാര്യം വെളിപ്പെടുത്തുന്നത്. അദ്ദേഹം പറയുന്നത് 2018 ഓഗസ്റ്റിൽ കേരളത്തെ ആകെ അങ്കലാപ്പിലാക്കിയ വലിയ ഒരു പ്രളയം നടന്നു. ആ പ്രളയത്തിൽ നിരവധി ആളുകൾ, 500ഓളം ആളുകൾ മരിച്ചു. കേരളം ഈ നൂറ്റാണ്ടിൽ കണ്ട ഏറ്റവും വലിയ നാച്ചുറൽ ഡിസാസ്റ്ററായിരുന്നു, പ്രകൃതി ദുരന്തമായിരുന്നു ആ പ്രളയം. അത് പ്രത്യേകിച്ചും സെൻട്രൽ കേരളയെയാണ് അഫക്റ്റ് ചെയ്തത്. പമ്പയാറ്, പെരിയാറ്, കിളിയാറ് തുടങ്ങിയ നദികളിൽ വെള്ളം ഉയരുകയും സമീപ പ്രദേശങ്ങളെയും തീരപ്രദേശത്തെയും ആ നദികൾ ഒഴുകി വരുന്ന തീരപ്രദേശങ്ങളെയും പ്രളയത്തിലാക്കിയതാണ്. ആ പ്രളയം ഓർക്കാപ്പുറത്തുണ്ടായ ഒരു പ്രളയം ആയിരുന്നു ഇത്. അന്ന് തന്നെ ഇത് മനുഷ്യ എൻ്റെ വീഴ്ചയായിട്ടാണ് കരുതിയത്. പ്രത്യേകിച്ച് ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ ആയിരുന്ന അന്നത്തെ എം എം മണിക്കെതിരെ ഇത് വേണ്ടത്ര ജാഗ്രത പുലർത്താതെ വെള്ളം കെട്ടി നിർത്തി ഏതുകൊണ്ടാണ് സമയത്തിന് കുറേശ്ശെ തുറന്നു വിട്ടിരുന്നെങ്കിൽ ഇത്രയും വലിയ ഒരു പ്രളയക്കെടുതി ആൾ ഓഫ് എ സഡൻ ഒരു ലൈറ്റനിങ് ഫ്ലഡ് ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ വിമർശനമുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഒരു വീണ്ടും വിചാരമില്ലായ്മയോ വിവരക്കേടോ കൊണ്ട് സംഭവിച്ചാണ് ആയിട്ടേ ജനം കരുതിയുള്ളൂ എന്ന്. പക്ഷേ ഇപ്പോഴുള്ള ഒരു വെളിപ്പെടുത്തൽ ആണ് ജനതാദൾ നേതാവും ഇപ്പോഴത്തെ ഇലക്ട്രിസിറ്റി മിനിസ്റ്ററുമായ കെ കൃഷ്ണൻകുട്ടി അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ഏതോ ഒരാളുമായിട്ട് അന്നത്തെ പ്രളയത്തിൻ്റെ യഥാർത്ഥ കാരണം വിശദീകരിക്കുന്ന ഒരു ഫോൺ സന്ദേശം തെളിവായി അവതരിപ്പിച്ചുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ ഇത് കേരളത്തിലെ ഒന്നാം പിണറായി ഗവൺമെൻറ് മനഃപൂർവ്വം അഴിമതിയുടെ വലിയ കോടികളുടെ അഴിമതി നടത്തുന്നതിൻ്റെ ഭാഗമായി ചില മണൽ ലോബികളെ സഹായിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു പ്രളയമായിരുന്നു എന്ന് അത് ഉപോത്ബലകമായി കൃഷ്ണൻകുട്ടിയുടെ സംഭാഷണമാണ് കോട്ട് ചെയ്യുന്നത്. കൃഷ്ണൻകുട്ടിയുടേതാണ് ആ സംഭാഷണം എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി കൃഷ്ണൻകുട്ടിയുടെ സംഭാഷണം നിത്യപരിചയമുള്ള അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഒരു പ്രതിനിധിയെയും ഒപ്പം ഇരുത്തിക്കൊണ്ടാണ് കുഴൽനാടൻ മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നത്. ആ ശബ്ദം നമുക്ക് പരിചയമുള്ളതാണ്. കൃഷ്ണൻകുട്ടിയുടെ ശബ്ദം തന്നെയാണ് ഫോണിലൂടെ വരുന്നത്. കൃഷ്ണൻകുട്ടി അത് വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോൾ തോട്ടപ്പള്ളി സ്പിൽവേ, ചാലക്കുടി പുഴയിൽ വെള്ളം ഉയരാൻ കാരണമായ അത് ആരെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു. സ്പിൽവേ തുറക്കാതിരുന്നതുകൊണ്ട് അതിനിപ്പുറത്തുള്ള മണൽത്തിട്ടയിൽ, അഴിമുഖത്തെ മണൽത്തിട്ട കരാറെടുത്തിരിക്കുന്ന കോൺട്രാക്ടറെ സഹായിക്കുകയായിരുന്നു. അതുപോലെ വേറെ മണൽ ലോബികളെയൊക്കെ സഹായിക്കാൻ വേണ്ടിയാണ് അന്ന് ഗവൺമെൻറ് ജനങ്ങൾ പ്രളയവെള്ളത്തിൽ മുങ്ങിച്ചത്താലും നാട് മുഴുവൻ ചെളിവെള്ളത്തിൽ മുങ്ങിയാലും കുട്ടനാട് അടക്കമുള്ള കൃഷിപ്രദേശങ്ങളെല്ലാം പ്രളയം കൊണ്ടും നശിച്ച് നാമാവശേഷമായാലും ഈ മണൽ ലോബിയിൽ നിന്ന് കിട്ടുന്ന കൈക്കൂലിപ്പണത്തിൽ കണ്ണുള്ള ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ഭരണകൂടവും കൂടെ മനഃപൂർവ്വം ഉണ്ടാക്കിയതായിരുന്നു 2018 ആ പ്രളയം എന്നതാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറയുന്നുണ്ട്. ആ ശബ്ദം എന്ന് പറയുന്നത് അത് തൻ്റേതല്ല എന്നാണ് പറയുന്നത്. അതേസമയം എം സ്വരാജ്, മാത്യു കുഴൽനാടൻ എന്താണ് ഇതൊന്നും കോടതിയിൽ പോയി പറയാത്തത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. പക്ഷേ ഒരു പർട്ടിക്കുലർ സംഭവം നാടിനെ മൊത്തം മുച്ചൂട് മുടിക്കാൻ പോകുന്ന ഒരു സംഭവമായിരുന്നു ഈ പ്രളയം എന്ന് പറയുന്നതല്ലോ സർ. അപ്പൊ അതിന് സർക്കാർ കൃത്യമായൊരു ആൻസർ ഈ സന്ദർഭത്തിലെങ്കിലും നൽകേണ്ടതല്ലേ? അല്ല, സർക്കാർ ആൻസർ നൽകുക. സർക്കാർ മാത്രമല്ല, കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികളും ആൻസർ ചെയ്യണം. കാരണം അന്ന് കോൺഗ്രസും പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ് പാർട്ടിയും ഭരണപക്ഷവും കൂടെ ഒന്നിച്ച് ഈ പ്രളയം ഒരു നാഷണൽ ഡിസാസ്റ്ററായിട്ട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് സംയുക്ത നിവേദനം കൊടുത്തിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൽ ആവർത്തിച്ച് അവർ ഇതിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുകയും ദേശീയ അടിയന്തരാവസ്ഥ
ഉം. ഇത് സമാനമായ ഒരു സാഹചര്യമായി ഡിക്ലെയർ ചെയ്യുകയും വേണമെന്ന് ഇവർ ആവർത്തിച്ച് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഉം. കേന്ദ്ര ഗവൺമെൻറ് അതിന് മറുപടി ഹൈക്കോടതിയിൽ വിശദീകരിക്കുകയാണ് ചെയ്തത്. ഒരു കേസ് വന്നപ്പോൾ കേന്ദ്രം അതിന് കൊടുത്ത വിശദീകരണം, ഈ നാച്ചുറൽ ഡിസാസ്റ്റർ എത്ര വലുതായാലും സ്റ്റാറ്റ്യൂട്ട് പ്രകാരം അതിനെ നാഷണൽ ഡിസാസ്റ്ററായിട്ട് ഡിക്ലെയർ ചെയ്യുന്ന ഒരു കീഴ്വഴക്കമില്ല. പകരം ആ അപകടത്തിൻ്റെയും ആ ദുരന്തത്തിൻ്റെയും വ്യാപ്തി അനുസരിച്ചുള്ള ധനസഹായം കൊടുക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. അത് ഈ പ്രളയത്തിനും അർഹമായ ധനസഹായം വിപുലപ്പെടുത്തി കൂടുതലായി സഹായം അനുവദിക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകും. അന്ന് കേന്ദ്രം ഇങ്ങനെ ഒരു നാഷണൽ ഡിസാസ്റ്റർ ആണെന്ന് പ്രഖ്യാപിക്കാത്തതിനെതിരെ ആ വലിയ പ്രതിഷേധമുണ്ടായി. കേന്ദ്രം പക്ഷേ കേരളത്തെ അവഗണിക്കുന്നു, കേരളത്തിൻ്റെ അതെ, ദുരന്തത്തോട് ചിറ്റപ്പ നയം കാണിക്കുന്നു. അതേസമയത്ത് ഹിമാചൽ പ്രദേശിലോ ഉത്തർപ്രദേശിലോ വലിയ ഒരു ലാൻഡ് സ്ലൈഡ് വന്നാൽ കേന്ദ്രം കാണിക്കുന്ന ശുഷ്കാന്തി കേരളത്തോട് ചെയ്യുന്നില്ല. ഇത് 2024 വയനാട് ദുരന്തം, ചുള്ളിമല ഉരുൾപൊട്ടലുണ്ടായപ്പോഴും അതിനെയും നാഷണൽ ഡിസാസ്റ്റർ ആക്കണമെന്ന് അവിടുത്തെ MP ഡീൻ അന്നത് എല്ലാവരും കൂടെ ആവശ്യപ്പെട്ടു വരുന്നതല്ലോ. അപ്പം അതും യഥാർത്ഥത്തിൽ നിയമപരമായി അങ്ങനെയില്ല. അവിടെ ധനസഹായം കൊടുക്കാം. നാഷണൽ ഡിസാസ്റ്റർ ആക്കണമെങ്കിൽ ഡിസാസ്റ്റർ സ്റ്റാറ്റ്യൂട്ട്സിലെ വ്യവസ്ഥകൾക്ക് അതെ, അനുകൂലമായിരിക്കണം. പക്ഷേ അന്ന് കോൺഗ്രസ് ഭരണകക്ഷിയായ CPM-ഉമായിട്ട് ചേർന്ന് ഉം, കേന്ദ്രത്തിനെതിരെ കുറ്റപ്പെടുത്തുമ്പോൾ ഉം, ഇപ്പോൾ ഒരു കോൺഗ്രസിൻ്റെ MLA ആയ മാത്യു കുഴൽനാടൻ പറയുന്നു, ഇത് മനഃപൂർവ്വം കേരളത്തിലെ ഗവൺമെൻറ് കൈക്കൂലിക്കും കള്ളപ്പണത്തിനും വേണ്ടി നടത്തിയ അഴിമതിയാണ് ഈ പ്രളയം. ഈ പ്രളയം അവർ അഴിമതിയിലും ധനമോഹത്തിലും പൂണ്ട് മനഃപൂർവ്വം പ്രളയജലം കെട്ടി നിർത്തി ഒന്നിച്ച് തുറന്നു വിട്ടത് കൊണ്ട് സംഭവിച്ചതാണ്. അത് തമിഴ്നാട്ടിലുള്ള ഒരു കോൺട്രാക്ടറെയും കേരളത്തിൽ മണൽ പിന്നെ ഉം, കോൺട്രാക്ട് എടുത്ത ആളുകളെയും അതിൻ്റെ പേരുകളൊക്കെ പറയുന്നുണ്ട്. അവരെയൊക്കെ അവർക്കൊക്കെ അമിത ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഉം, ഈ വെള്ളം മുഴുവനും ഒഴുകി വന്നാൽ, ഈ വർഷകാലത്ത് ഒഴുകി വന്നാൽ ഈ മണൽ ഇപ്പോൾ തോട്ടപ്പള്ളി സ്പിൽവേയുടെ പടിഞ്ഞാറ് വശം അടിഞ്ഞുകൂടിയിരിക്കുന്ന മണൽ നമുക്ക് കാണാവുന്നതാണ്. അത് ഒഴുകി കടലിലേക്ക് പോകും. ഉം. തിരിച്ച് കടലിലേക്ക് പോയാൽ വേറൊരു തീരത്തായിരിക്കും പിന്നീട് വന്ന് അടിക്കുക. അതെ, അപ്പോൾ അത് സംഭവിച്ചാൽ അവർക്ക് വലിയ നഷ്ടം ഉണ്ടാവും. അത് ഒഴിവാക്കിയാൽ, ഈ വെള്ളം തടഞ്ഞു നിർത്തിയാൽ, സ്പിൽവേ തുറക്കാതിരുന്നാൽ, ആ മണൽത്തിട്ട അവിടെ ഉണ്ടെങ്കിൽ 300 കോടി ഉം, രൂപയുടെ ലാഭമാണ് ഉണ്ടാകുന്നത്. അതെ, അതുപോലെ തമിഴ്നാട്ടിലെ ഒരു കരാറുകാരന് ഈ വെള്ളം പിന്നെ ചാലക്കുടി പുഴയിൽ വെള്ളപ്പൊക്കത്തിന് കാരണമായത് ഉം, പറമ്പിക്കുളം ഡാം തുറന്നു വിടാതിരുന്നതാണ്. അതെ, അപ്പോൾ അത് തുറന്നു വിട്ടപ്പോഴാണ് ചാലക്കുടി പുഴയിലേക്ക് വെള്ളം പെട്ടെന്ന് ഉയർന്ന് നമ്മുടെ പിന്നെ ഈ എടപ്പള്ളി, ഉം, കളമശ്ശേരി ഏരിയ എല്ലാം മുങ്ങിപ്പോയില്ലേ. പോയത്. ഭയങ്കര എത്രയോ ആയിരക്കണക്കിന് ആളുകൾ ആ പ്രളയക്കെടുതിയിൽപ്പെട്ട് നിരവധി ആളുകൾ മരിക്കുകയും ചെയ്തു. നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഹെലികോപ്റ്ററിലൊക്കെ കൊണ്ടുവന്ന് ഗർഭിണികളെയൊക്കെ അതെ, അതെ, റെസ്ക്യൂ ചെയ്തു നേവി. ആ അത്തരം ദുരന്തങ്ങൾ ഉണ്ടാക്കിയത് കേരള ഗവൺമെൻറ് മനഃപൂർവ്വം ധനമോഹം കൊണ്ട് ചെയ്തതാണെന്നും അതിൻ്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ചീഫ് എഞ്ചിനീയറെയും രാഷ്ട്രീയ നേതാവിൻ്റെയും പേര് പറഞ്ഞെടുത്ത് പുണ്യവാളം ചമഞ്ഞ് നടക്കുന്ന ആളുകളാണ് ഇതിൻ്റെ പിന്നിലെന്ന് തെളിവ് മാത്യു ടി സഹിതം. തോമസിന്റെ മാത്യു ടി തോമസിന്റെ പങ്കുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ പേര് പറയുന്നുണ്ട്. പിന്നെ ജോഷി എന്നൊരു എഞ്ചിനീയറുടെ പേര് പേര് പറയുന്നുണ്ട്. പറയുന്നുണ്ട്. ഇതൊക്കെ പിന്നെ K. കൃഷ്ണൻകുട്ടി മന്ത്രിയുടെ ഫോൺ സംഭാഷണത്തിൽ നിന്നാണ് പുറത്തു വരുന്നത്. അതെ, അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടി നേതാവിനോട് സംസാരിക്കുന്നതാണെന്ന് മാത്യു കുഴൽനാടൻ കുഴൽനാടൻ. വെളിപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ ആ നേതാവ് ആരാണെന്നൊക്കെ ഉള്ള കാര്യം പിന്നീട് പറയാം എന്ന് അദ്ദേഹം പറയുന്നു. ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ റിയാക്ഷൻ വന്നതിന് ശേഷം കൂടുതൽ വെളിപ്പെടുത്തൽ ഉണ്ടാകും എന്ന് ഈ സന്ദർഭത്തിൽ, അതായത് കേരളം ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിൻ്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇത് അവതരിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് തീർച്ചയായിട്ടും. ഇത് ചെങ്ങന്നൂർ പിന്നെ മണ്ഡലം, ചാലക്കുടി മണ്ഡലം, എറണാകുളം, കളമശ്ശേരി, അങ്കമാലി, ആലുവ തുടങ്ങിയ നിയോജക മണ്ഡലങ്ങളിലെ വോട്ടർമാരൊക്കെ ഈ പ്രളയക്കെടുതിയിൽപ്പെട്ടവരാണ്. അവരെയെല്ലാം ദുരിതത്തിലാക്കിയത് ഗവൺമെൻറ്റിൻ്റെ ധനമോഹമാണ് എന്ന് തെളിയുന്നതോടെ ഗവൺമെൻറ്റിൻ്റെ ഭാവിയെ ബാധിക്കുന്നതാണ്. ഈ ഗവൺമെൻറ് തുടർ ഭരണത്തിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കെ പിണറായി ഗവൺമെൻറ് 3.0 ആകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിനായിട്ട് ഏറ്റവും വലിയ പ്രകാരമാണിത്.
അങ്ങനെ ഒരു 3.0 ആണ് എന്നുണ്ടെങ്കിൽ പിന്നീട് ഉം. തീയിട്ട് കത്തിച്ചാലും നമുക്കൊന്നും പറയാൻ പറ്റില്ല ഈ സർക്കാർ വരുമ്പോൾ. ഇപ്പോൾ മാത്യു കുഴൽനാടൻ ഈ ഒരു കാര്യം പറയുമ്പോൾ ഉം. സാർ പറഞ്ഞു രണ്ടുപേരും കൂടെ രണ്ട് മുന്നണികളും ചേർന്നുകൊണ്ടാണ് കേന്ദ്രത്തിന്റെ അടുത്തേക്ക് പോകുന്നത്. അതെ അതെ അപ്പോൾ അതിൽ നിന്ന് UDFനും പിന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം കൂടി എന്തുകൊണ്ട് ഇത് പരിശോധിക്കാതെ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഈ മുന്നണി പോയി എന്നുള്ളതിന് അതിന് ഉത്തരം അതിന് പറയണ്ടേ? അദ്ദേഹത്തിന് പറയാം, അന്ന് എനിക്കിത് അറിയില്ലായിരുന്നു. കൃഷ്ണൻകുട്ടിയുടെ ഫോൺ സംഭാഷണം ഇപ്പോഴാണ് ലഭിക്കുന്ന ഒരു തെളിവ് കേട്ടിട്ട്. അപ്പോൾ തെളിവ് കിട്ടിയപ്പോൾ ഇത് ഗവൺമെൻറ് തന്നെ ഉണ്ടാക്കിയ ഒരു ദുരന്തമായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ ധനമോഹവും അഴിമതിയുമാണ് ഇതിന് അടിസ്ഥാന കാരണം. കരാറുകാരെ സഹായിക്കാൻ വേണ്ടി കോടിക്കണക്കിന് ലാഭം ഉണ്ടാക്കുന്ന ഈ കരാറുകാരുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി അവരെ രക്ഷിക്കാൻ വേണ്ടി ജനങ്ങളെ പ്രളയക്കെടുതിയിൽപ്പെടുത്തുകയായിരുന്നു. ഈ അതാണ് ഇതിൻ്റെ സർക്കാർ ഉത്തരം പറയണമെന്നാണല്ലോ പറയുന്നത്. അതെ അതെ സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനൊരു ഉത്തരം പറയൂ. അല്ല, ഇതൊരു വലിയ അന്വേഷണം ആവശ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അതേസമയം തന്നെ ഇത് കേന്ദ്രത്തെ കുറ്റപ്പെടുത്താനായിട്ടാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അന്ന് ഇത് ഉപയോഗിച്ചത്. ഈ അതേ ആവശ്യം തന്നെ 2024 വയനാട് ദുരന്തത്തിനും അവർ നാഷണൽ ഡിസാസ്റ്ററായിട്ടോ ഇത് പ്രഖ്യാപിക്കണം, അതനുസരിച്ചുള്ള സഹായം കൊടുക്കണം. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് കൃത്യമായി ഇതിൻ്റെ കേസ് ഉയർന്നു വന്നപ്പോൾ ഹൈക്കോടതിയെ അറിയിച്ചു സഹായം വർദ്ധിപ്പിക്കുന്നതിൽ വിരോധമില്ല, കൊടുക്കാം, പക്ഷേ നാഷണൽ ഡിസാസ്റ്റർ ആക്കണമെങ്കിൽ അതിനുള്ള നിയമവ്യവസ്ഥകൾ ഇന്ന് അനുവദിക്കുന്നതല്ല. പക്ഷേ ഇതൊരു വലിയ ദുരന്തമാണ്, ഒരുപാട് ജനങ്ങൾക്ക് ദോഷകരമായി ബാധിച്ചാണ്. അതനുസരിച്ചുള്ള പരിഗണന ഉണ്ടാകുമെന്നും കേന്ദ്ര ഗവൺമെൻറ് അറിയിക്കുകയുണ്ടായി. ഇപ്പോൾ ഈ പറയുന്ന ഈ പിൻ പോയിന്റിൽ വന്നിട്ട് പറയുന്ന ഈ ഒരു കാര്യം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിൽ ആളുകളെ സ്വാധീനിക്കും. തീർച്ചയായിട്ടും ഈ സന്ദർഭം അതിന് തിരഞ്ഞെടുത്ത് ഈ കാര്യം വെളിപ്പെടുത്തുന്നതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. അത് പക്ഷേ ആ രാഷ്ട്രീയ ലക്ഷ്യം ഒരു പാവമാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അത് ഒരു വീണ് കിട്ടിയ ഒരാശയം രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ്റെ മിടുക്കാണ്. പക്ഷേ അതിനകത്ത് മാത്യു കുഴൽനാടൻ്റെ പാർട്ടിയും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു. എന്നാൽ ചുരുങ്ങിയ പക്ഷേ അദ്ദേഹം പറയണം, അന്ന് ഇത് നാഷണൽ ഡിസാസ്റ്റർ ആണെന്ന് പ്രഖ്യാപിക്കാൻ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ മുറവിള കൂട്ടിയത് കാര്യങ്ങൾ വേണ്ടത്ര അറിയാതെയായിരുന്നു എന്ന കാര്യം കൂടി ഒന്ന് സമ്മതിക്കണം.